ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ഇന്ന് ഒരു കുട്ടിക്കഥയായാലോ? അതായത് ഒരു എലിയുടെയും പൂച്ചയുടെയും കഥയാണ്. പണ്ട് ഒരിടത്ത് ഒരു എലിയും പൂച്ചയും അടുത്തടുത്ത് താമസിച്ചിരുന്ന അയൽപക്കംകാരായിരുന്നു. ടോം ആൻഡ് ജെറി എന്നൊക്കെ വിളിക്കപ്പെടാവുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. പക്ഷേ എലി ഭയങ്കരമായിട്ട് പൂച്ചയെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അതിൻ്റെ ആഹാര സാധനങ്ങളൊക്കെ എലി കരണ്ട് തിന്നും. എലിയുടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പൂച്ചയാകെ സഹി കിട്ടു. തൻ്റെ കിടക്ക കരണ്ട് തിന്നുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം എലിയോട് പൂച്ച പറഞ്ഞു, നീ ഇങ്ങനെ എന്നെ നിരന്തരം ശല്യം ചെയ്യരുത്. ഇനി നീ നിൻ്റെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് നീ ഉപജീവിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നെ ശല്യം ചെയ്യാനായിട്ട് വരരുത്. എൻ്റെ ഭക്ഷണ സാധനങ്ങൾ കരണ്ട് തിന്നുക, എൻ്റെ കിടക്ക കരണ്ട് തിന്നുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നീ എന്നെ ശല്യം ചെയ്യരുത്. ഇനി മേലാൽ നീ എന്നെ ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഇത് കേട്ടത്തേക്കും എലി പെട്ടെന്ന് വയലൻ്റായി. നീ ആരടാ എന്നോട് ചോദിക്കാൻ? നീ എന്നെ കൊല്ലുമെന്ന് പറയുന്നു. നിനക്ക് എന്താടാ, നീ ആരാന്ന് ഓർത്തേക്കുന്നത്? എൻ്റെ വാലിൻ്റെ ആ ശൗര്യം നിനക്കറിയാവോ? എൻ്റെ വാലിൻ്റെ അടി കൊണ്ട് അനേകം പേര് മരിച്ചിട്ടുണ്ട്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്നോട് ഇങ്ങനെ പറയാനെന്നും പറഞ്ഞ് എലിയെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ട് പൂച്ചയെ ആക്രമിക്കുകയാണ്. തലങ്ങനെയും വിലങ്ങനെയും ആക്രമിക്കും, വാലുകൊണ്ടടിക്കുകയാണ്. പൂച്ചയ്ക്ക് ഈ വാലുകൊണ്ടടി കൊണ്ട് വലിയ കാര്യമായിട്ട് പരുക്കൊന്നും പറ്റുന്നില്ലെങ്കിലും പൂച്ച അവസാനം സൈ ഇട്ടിട്ട് എലിയെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. എലിയെ ഒന്ന് രണ്ട് ആക്രമിച്ചു, കടിയൊക്കെ കൊടുത്തു. പോടാ പോ, നീ ഇന്ന് മാളത്തിലേക്ക് പോ, എൻ്റെ അടുത്ത് വന്ന് കളിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിലത്ത് വീണ് കിടക്കുന്ന എലി വീണ്ടും ചാടിയേറ്റിട്ട് വളരെ ക്രൗര്യത്തോടു കൂടി പൂച്ചയെ ആക്രമിക്കുകയാണ്, വാലിനടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. ലാസ്റ്റ് സൈ ഇട്ടിട്ട് പൂച്ച അവൻ്റെ കഴുത്തിൽ നോക്കി ഒരു കടി കൊടുത്ത് അവനെ കറുമുറ തിന്നാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് എലി ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത്. തന്നെ തിന്നാൻ തുടങ്ങുന്ന ആ പൂച്ചയെന്ന് പറയുന്ന ഒരു ചക്കിപ്പൂച്ചയാണ്. അയ്യോ, അപ്പോഴാണ് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. തൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ചക്കിപ്പൂച്ചയുടെ കടി കൊണ്ട് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീരസ്വർഗം കിട്ടുകയില്ല, ഹൂറിമാരെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ പൂച്ച രുചി പിടിച്ചു, എലിമാംസത്തിൻ്റെ രുചി പിടിച്ച് അതിനെ കുറച്ച് തിന്നുകൊണ്ടിരിക്കുക. അന്നേരം അലറി വിളിച്ച് പറയുന്നുണ്ട്, എന്നെ കൊല്ലരുതേ, എന്നെ തിന്നരുതേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുന്നില്ല. രുചി പിടിച്ച പൂച്ച അങ്ങനെ പയ്യെ ഈ എലി അങ്ങനെ തിന്നുകയാണ്. ഞാൻ ഈ കഥ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇവിടെ ഇറാൻ എന്ന് പറയപ്പെടുന്ന ഈ സംഭവമാണ് ഈ എലി എന്ന് പറയുന്നത്. പൂച്ചയെന്ന് പറയപ്പെടുന്നതാണ് ഇസ്രായേൽ. യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിനെ കയറി മാന്തി ഇസ്രായേലിനോട് ഒരിക്കലും യുദ്ധം ചെയ്താൽ വിജയിക്കുകയല്ലെന്ന് മനസ്സിലാക്കിയിട്ടും മാന്തി കടി മേടിച്ച് അവസാനം ഒരിക്കലും ഒന്നും അല്ലാതായിത്തീരുന്ന ഒരു ജെറിയുടെ അവസ്ഥയിലേക്ക് ഇറാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പൂച്ചക്കഥയിലെ ഇന്ന് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അപ്പോൾ ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ കൊണ്ട്, അത്യന്താധുനികമായ യുദ്ധമുറകൾക്ക് ഈ കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ട് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കത്തില്ല.